അപ്പോൾ ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു കമുകിൻകോട്, തിരുവനന്തപുരത്തെ കമുകിൻകോട് എന്നുള്ള പള്ളിയുടെ അതിൻ്റെ ഒരു വലിയ പള്ളിയാണ് ഞാൻ അന്ന് കാണിച്ചത്. അതിനൊരു കൊച്ചു പള്ളി ഉണ്ടെന്ന് പറഞ്ഞ് അതാണ് ഈ പള്ളി. നമ്മൾ നേരെ കൊച്ചുപള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇതാണ് കൊച്ചുപള്ളി എന്ന് പറയുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ കുർബാനയുണ്ട്. ഭയങ്കരപ്പെട്ട തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. എല്ലാ ദിവസവും നമുക്ക് വരാം, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നതും എനിക്കിഷ്ടമായ ഒരു വാക്യം കൂടിയാണത്. അത് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അവിടെ ക്രിസ്ത്യൻ ഇല്ല, ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, മറ്റ് മതസ്ഥരില്ല. എല്ലാവർക്കും ഇവിടെ വന്ന് ആരാധിക്കാം, എല്ലാവർക്കും തിരി കൊളുത്താം, എല്ലാവർക്കും ഇതിൽ എണ്ണ എടുത്ത് നമുക്കെടുക്കാം, ഇവിടെ നേർച്ചകൾ അർപ്പിക്കാം, എല്ലാം ചെയ്യാം. ഇതിൽ ഈ കാണുന്ന ഓരോ സ്വരൂപങ്ങളുണ്ട്. വിശുദ്ധ ദേവസഹായം പിള്ള ആണ് ഇത് കാണുന്നത്. പിന്നെ മറിയം, യേശോപ്പച്ചൻ, ഇതൊക്കെ ഇവരൊക്കെ വിശ്വാസത്തോടെയാണ്. എല്ലാ മതസ്ഥരും ഉണ്ട്. ഇവരൊക്കെ വിശ്വാസത്തോടെ അവരുടെ ആവശ്യങ്ങളാണ് വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ വന്ന് കണ്ടാലേ അറിയുള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിൽ എത്രത്തോളം അതിൽ വിശ്വാസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വരുന്നവരൊക്കെ ഒരുപാടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഉണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ പള്ളി ഇരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പോർഷനിൽ വന്ന് അവരെന്ത് ചെയ്യും, തിരികൊളുത്തും. അതുപോലെ നമ്മൾ സഭയിലും വന്നും തിരികൊളുത്തും. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു മെഴുകുതിരി കത്തിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. ഇത് എല്ലാവരും അവരവരുടെ നേർച്ച കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ മെഴുകുതിരി കത്തിക്കുന്നത്. ഞാനും ഈ കൂട്ടത്തിൽ കത്തിച്ചിരുന്നു. ഇവിടെ വന്ന് മെഴുകുതിരി വാങ്ങുന്നുള്ള ഒരു വലിയൊരു ബിസിനസ് എന്ന് വെച്ചാൽ പാവപ്പെട്ട അമ്മച്ചിമാരും മറ്റുള്ളവരൊക്കെ വന്നിരുന്ന് ഇവിടെ മെഴുകുതിരി വെച്ചുകൊണ്ടിരിക്കും. അവർ നമ്മൾ 10 രൂപ 20 രൂപ അങ്ങനെ പലതരത്തിലുള്ള മെഴുകുതിരികളുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിച്ച് ഇവിടെ കത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതാണ് അവിടെ പറഞ്ഞുകൊണ്ട് കത്തിച്ച് നമ്മൾ അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാല വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അത് ചെറിയതൊക്കെ കിട്ടും. ഇതിനെ കൊണ്ട് നമ്മൾ സ്വരൂപങ്ങളിൽ ചാർത്തി കൊടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് വന്നിട്ടാണ് ഇത് നിറഞ്ഞു ഒഴുകുന്നത്. അത്രയ്ക്ക് തിരക്കാണ് എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഇതിലൊരു മതമില്ല, ഒരു ജാതിയില്ല, ഒന്നുമില്ല, ഒരു വർണ്ണഭേദം ഒന്നുമില്ല. ആർക്കും വരാം, പ്രാർത്ഥിക്കാം, കടന്നു പോകും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൽ ആശ്വാസം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. വരുന്നവർക്ക് എങ്ങനെയാണ് ആശ്വാസം കിട്ടുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒന്നും കാണേണ്ടവരല്ല ഇവിടെ വരുന്നത്. അവർക്ക് എന്തോ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും വരിക. നിങ്ങളും വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെ പോയാലും കുഴപ്പമില്ല. നമ്മൾ ശബരിമല പോകുന്നത് പോലെയൊക്കെ അത് നമുക്ക് ഇവിടെയും വരാം. വന്ന് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് പറയുക. ഇതൊക്കെ ആ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരക്കാണ്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. പക്ഷേ നമുക്കൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയ്ക്കാണ് അമ്മമാരൊക്കെ ഒന്ന് കരയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരിക, വന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ.